everyone, welcome back to Arya's Little Fairy Tales. നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത് ബാൻബറി ലൈബ്രറിയാണ്. ബാൻബറിയിലുള്ള ഈ ലൈബ്രറി 1884 സ്ഥാപിച്ചതാണ്. അന്ന് വെച്ചിട്ട് 140 വർഷം പഴക്കമുണ്ട്. ഞാൻ ബാൻബറിയിലേക്ക് മൂവ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഈ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തിരുന്നു. മെമ്പർഷിപ്പ് ഫ്രീ ആണ് കേട്ടോ. ലൈബ്രറീൻ്റെ ചിലവൊക്കെ നോക്കുന്നത് കൗൺസിലാണ്. ഈ ലൈബ്രറിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സെക്ഷനും ഉണ്ട്, അഡൾട്ട്സിന് വേണ്ടിയുള്ള സെക്ഷനും ഉണ്ട്. ഫ്രീ കമ്പ്യൂട്ടർ ആക്സസ്, ഫ്രീ വൈഫൈ, ഈ സൗകര്യങ്ങളും ഉണ്ട്. ഞാനൊരു ചിൽഡ്രൻസ് ബുക്ക് സെലക്ട് ചെയ്തിട്ട് കുട്ടികൾ റീഡ് ചെയ്യുന്ന ഭാഗത്ത് പോയി. അത്യാവശ്യം ഒരു വലിയ ഏരിയ കുട്ടികളുടെ സെക്ഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഷെൽഫിലൊക്കെ കുട്ടികളുടെ സ്റ്റോറീസ്, ഫിക്ഷൻസ്, കോമിക്സ്, ഡ്രോയിങ് ബുക്സ്, പോവംസ്, നോവൽസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി. ഒന്നെങ്കിൽ നമുക്ക് ഒരു ബുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് വായിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വായിക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള ചെയർസും കുഷൻസും ടേബിൾസും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി. UK ചെറിയ ചെറിയ ടൗണിൽ പോലും പല പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പല പല ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പല പല ലാംഗ്വേജിലുള്ള ബുക്സും ഉണ്ട്. ഈ ഷെൽഫിൽ കണ്ടില്ലേ, അറബിക്, ചൈനീസ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, പോളിഷ്, ഹിന്ദി, ഉറുദു, പഞ്ചാബി, സ്പാനിഷ്, അത്രയും ലാംഗ്വേജസിലുള്ള ബുക്സും ഉണ്ട്. പക്ഷെ അവിടെ മലയാളം മാത്രമല്ല. നെക്സ്റ്റ് ടൈം ഞാൻ അവിടെ പോകുമ്പോൾ പ്ലാൻ എന്താണെന്നറിയോ? നെക്സ്റ്റ് ടൈം ഞാൻ അവിടെ പോകുമ്പോൾ ഒരു മലയാളം ബുക്ക് ഞാൻ അവിടെ ഡൊണേറ്റ് ചെയ്യും. അപ്പം നമ്മളുടെ ലാംഗ്വേജിലുള്ള ബുക്കും അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബുക്സ് വായിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു എന്താ ചെയ്യാന്ന്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഓർമ്മ വന്നത് ഈ ലൈബ്രറിയിൽ കുട്ടികൾക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഞാൻ പേപ്പറും കളർ പെൻസിൽസും എടുത്ത് ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വരച്ച ചിത്രം എനിക്ക് പോലും ഇഷ്ടമായില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, സോറി. കുട്ടികൾ വരച്ച ചിത്രം ലൈബ്രറി സ്റ്റാഫിന് കൊടുത്താൽ ഒരു വോളിൽ പ്രദർശിപ്പിക്കും. അങ്ങനെ കുറേ ചിത്രങ്ങൾ കുട്ടികൾ വരച്ചത് അവിടെ കാണാൻ പറ്റും. ഇനിയൊരു വീഡിയോ ഉണ്ടാക്കണ വരെ ബൈ ബൈ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.